ഹായ്, അപ്പോൾ കുഞ്ഞാപ്പാക്ക് ഒരു കിടിലൻ മന്തി ബിരിയാണി, ചിക്കൻ റൈസ്, ബീഫ് റൈസ്, മട്ടൺ റൈസ്. ഫസ്റ്റ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. തക്കാളി 2 അരിഞ്ഞ് വെച്ചത്, 4 പച്ചമുളക്, ഒരു 10 വെളുത്തുള്ളി, ഒരു സവാള. ദാറ്റ്സ് ഓൾ. സിമ്പിൾ. കുക്കറാണ് എടുക്കുന്നത്, കാരണം കുഞ്ഞാപ്പാണ് കഴിക്കാൻ വന്നത്. അപ്പോൾ അത്യാവശ്യം കഴിക്കണ കാരണം ഒരു വലിയ കുക്കർ എടുത്ത് ചൂടാക്കാൻ പറ്റും. അതുപോലെ തന്നെ റൈസ്, കൈമ അരി. നമ്മ അരി എടുക്കുമ്പോൾ ഇത് 200 ഗ്രാം കപ്പ് അളന്നെടുക്കണം. അപ്പോൾ അതിൽ ഞാനൊരു 400 ഗ്രാം അരി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ ഫുള്ളായിട്ട് എടുത്തേണ്ടത് ജീരകശാല കൈമ അരിയാണ്. ഓക്കെ, നല്ല കിടിലൻ സ്മെല്ലുള്ള അരി. ബീഫ് റൈസ് നമ്മുടെ എൻ്റെ സിസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഓൾറെഡി നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് അധികം നെയ്യ് ഇടേണ്ടതില്ല. ബട്ട് ചിക്കനിൽ നെയ്യ് കുറവ് കാരണം നമ്മൾ 2 സ്പൂൺ നെയ്യ് ഇടും. ഗരം മസാലയ്ക്ക് ആവശ്യമുള്ള മസാല മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. മസാല പൊടിയല്ല, ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് കറുകപ്പട്ട, ഒരു ഏലക്കായി, 5-6 കുരുമുളകും, പിന്നെ ഗ്രാമ്പൂ. ദാറ്റ്സ് ഓൾ. അത് മതി. അത് നമുക്ക് നെയ്യിൽ ഇട്ട് വാട്ടാം. നമ്മൾ ആദ്യം എടുത്ത് ഫസ്റ്റ് തന്നെ നെയ്യിലിട്ട് വാട്ടാം. നമ്മൾ ഓൾ സ്പൈസസ് ഇട്ട പോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നേരെ സവാള ഇടാം. ഏകദേശം ഒരു 1-1.5 സവാള ഉണ്ട്. തക്കാളി, പച്ചമുളകും വെളുത്തുള്ളിയും ഇടാം. അങ്ങനെ ഒറ്റം കിട്ടാം. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ നോമ്പിന് മുമ്പ് വരെയും എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ 2-3 ആഴ്ചയിലും മാസത്തിലേക്ക് കൂടുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും സോഫിയിലൊക്കെ പോയി മന്തി കഴിക്കണതാണ്. അപ്പോൾ ആ മന്തിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോമ്പിന് ശേഷം ഒന്നും ഇതേവരെ മന്തി കഴിക്കാൻ പോയിട്ടില്ല. മന്തി അങ്ങോട്ട് നിർത്തി, ഫുൾ സ്റ്റോപ്പ്. മന്തി സ്റ്റോപ്പ് ചെയ്തിട്ട് മസാല ഓയിലൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ട് പക്ക വെർജിൻ ഒലീവ് ഓയിലിൽ നെയ്യിലൊക്കെ നാച്ചുറലായിട്ട് നമ്മ ചിക്കൻ റൈസ് ബൂമ്പ. അടുത്തായിട്ട് നമ്മ കഴുകി വെച്ചേക്കണ ചിക്കൻ എല്ലില്ലാണ്ട് എടുക്കുന്നത് നല്ലത്. ബട്ട് അതിൻ്റെ ഒപ്പം മെയിനായിട്ട് വേണ്ട ഒരു സംഭവം ഉണ്ട്, നമ്മുടെ ചിക്കൻ ലിവർ, ഗ്ലൂക്കജൻ. ഇത് നമ്മ ചിക്കൻ്റെ ഒപ്പം കഴിച്ചു കഴിഞ്ഞാൽ ടാലി ആവുള്ളൂ. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ ഒക്കെ ഇൻക്ലൂഡ് ആവൂലേ, അതുപോലെ ചിക്കൻ്റെ ഒപ്പം ലിവർ കഴിക്കണം. നൈസ്. ഇതാണ് ഇടാം. തൽക്കാലം ഈ ചിക്കന്റെ ഫ്രൂട്ട്സ് നമുക്ക് പൂച്ച കൊടുക്കാം. പൂച്ചേ. അവസാനം നമുക്ക് റൈസാണ് ഇട്ട് കൊടുക്കാം. നോമ്പിന് ശേഷം ഒരു 10-12 ടൈംസ് നമ്മൾ ഓൾറെഡി ഇത് തന്നെ ട്രൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം കണക്കൊക്കെ അറിയാം. അതായത് നമ്മൾ 200 ഗ്രാം റൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അതിൻ്റെ 200 ഗ്രാം പ്ലസ് ഒരു 100 ഗ്രാം എക്സ്ട്രാ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ ഇതിൽ ഞാനൊരു 400-450 ഗ്രാം റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 500 ഗ്രാം വെള്ളം ഒഴിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച ശേഷം മൂടിയാണ് വെക്കാം. നോക്കിയ ഉപ്പൊക്കെ പെർഫെക്റ്റ് ആണ്. അധികം പെർഫെക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി തുടി ഇട്ടുണ്ട്. ഇപ്പുറത്ത് വെക്കണം. അയ്യോ, സാധാരണ ഒരു വിസിലാണ് നമ്മൾ കേൾപ്പിക്കേണ്ടത്. ഒരു 200 ഗ്രാം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് ഇപ്പൊ 400 ഗ്രാം കൊണ്ട് ഞാൻ 2 വിസിൽ ഏൽപ്പിക്കാൻ വിചാരിച്ച് നോക്കാം. വിസിലൊക്കെ ഇട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, അങ്ങനെ ബീഫ് മന്തി റെഡിയായി. സോറി, ബീഫ് റൈസ്. അങ്ങനെ ബീഫ് റൈസ് റെഡിയായി ഗൈസ്. ടേസ്റ്റ് ഒരു രക്ഷയില്ല. റൈസൊക്കെ നല്ല, എന്താ പറയുക, മന്തി കഴിക്കാൻ പോകുമ്പോൾ മട്ടൺ റൈസൊക്കെ കഴിക്കണ പോലെ അടിപൊളി ടേസ്റ്റ്. പ്ലസ് നെയ്യ് ഇറച്ചിയൊക്കെ നോക്കി കറക്റ്റ് മന്തി നെയ്യ് പോലെ.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും പൊതുവേ ഈ പുറത്തുനിന്ന് 100-600 500 കൊടുത്ത് മന്തി കഴിക്കണതിലും ഭേദം വീട്ടിൽ ആ പൈസ ഉണ്ടെങ്കിൽ നീറ്റായിട്ട് ഉണ്ടാക്കി ഹെൽത്തി ആയിട്ട് കഴിക്കുക. ഒരു മസാല പോലെ യൂസ് ചെയ്താൽ ഒരു മഞ്ഞൾപ്പൊടിയോ ഒന്നും യൂസ് ചെയ്താൽ കിട്ടുന്നതാണ്. അടിപൊളി നല്ല മട്ടൺ റൈസ് പോലെ ആ നെയ്യിലൊക്കെ വെന്ത് നല്ല രുചി. ഒരു മന്തി പുറത്തുനിന്ന് പോയി കഴിക്കേണ്ടതില്ല, വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചിക്കൻ റൈസ് ആയാലും മട്ടൺ റൈസ് ഒക്കെ ഉണ്ടായി കഴിയും. ഈ കുക്കറിൽ നമ്മുടെ ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടമ്മ? അങ്ങനെ ചിക്കൻ റൈസ് എടുത്ത് ബീഫ് തിന്ന് ലാസ്റ്റ് ആയപ്പോൾ ഒരു ചിക്കൻ റൈസ് എടുത്ത് നല്ല ടേസ്റ്റ് ചെയ്യാനാണ്. ചൂടാ ഗൈസ്. അപ്പൊ ചിക്കൻ റൈസും നമ്മ അങ്ങനെ തിന്ന് കഴിഞ്ഞ്